അവനെ വിടരുത്, ഓടിച്ചിട്ട് പിടിക്കണം മുത്തേ. അവനെ എടാ പാച്ചു, എടാ ഗോപാല, എന്നാലും അവനിത് എവിടെ പോയി? കൈ കാത്തുക. എന്റെ അമ്മേ, ചാക്കപ്പൻ തലകുത്തി ഓടുന്നു. പോടാ മുത്തി, ചാക്കപ്പൻ താ പോണ്. പിടിയടാ അവനെ. നീ എവിടെയെങ്കിലും ഓടിയാലും നിന്നെ ഞങ്ങൾ പിടിക്കോടാ. അയ്യോ അയ്യോ അയ്യോ, കൊല്ലല്ലേ അമ്മേ, അമ്മേ, അയ്യോ കൊല്ലല്ലേ, അയ്യോ കൊല്ലല്ലേ. എന്ത് പറ്റിയടാ? തുറക്കടാ കഥക്. ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടാ. ഞാൻ ചവിട്ടി പൊളിക്കണോ? എടാ തുറക്കാൻ. എന്നാ പറ്റിയടാ? ഞാനൊരു സ്വപ്നം കണ്ടതാ അമ്മച്ചി. അയ്യോ, സ്വപ്നം കാണാൻ പറ്റിയ ഒരു ഇള്ള കുഞ്ഞ്. ഇന്ന് എന്നാ ദിവസാന്ന് അറിയോടാ? ഇന്ന് എന്നാ ദിവസം അമ്മച്ചി? യോ, അതുപോലും അറിയത്തില്ലാത്ത ഒരു മരങ്കോളൻ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ. സത്യമാണോ അമ്മച്ചി? ഇന്ന് തിങ്കളാഴ്ചയാടാ. അപ്പൊ ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലേ അമ്മച്ചി? എടാ, പെണ്ണ് കാണാൻ പോവാനായി ആ ബ്രോക്കർ ഇപ്പൊ വരുമെന്ന്. നീ ഇവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കാതെ പോയി കുളിച്ച് ഒരുങ്ങടാ. ഇന്ന് തിങ്കളാഴ്ചയാണോ അമ്മച്ചി? അയ്യോ, തിങ്കളാഴ്ച. പോയി കുളിച്ചിട്ട് വാടാ. ഓ ശരി അമ്മച്ചി. ഒഴിഞ്ഞു പോട്ടെ, ദോഷങ്ങൾ ഒഴിഞ്ഞു പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ. കുഞ്ഞിന്റെ സായിപ്പിന്റെ പ്രേതം ഒക്കെ ഒഴിഞ്ഞു പോട്ടെ. തുപ്പ് 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 തുപ്പ്. വരുവെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. ഞാനിവിടെ കേറി പിടിച്ചതല്ല, എന്റെ കണ്ണിലെന്തോ കരട് പോയി. ഞാൻ അപ്പനാണോടാ? എന്താടി എന്റെ പൊന്നു കൊച്ചമ്മേ, ഈ ചാക്കമ്മ എന്നെ പറയാൻ പറ്റില്ലാത്ത സ്ഥലത്ത് കയറി പിടിച്ചു. എന്റെ കെട്ടിയവൻ എന്നെ ഇട്ടേച്ച് പോയതിനു ശേഷം ഇന്നേ നാൾ വരെ ഒരു മോശം പേര് കേൾപ്പിക്കാൻ ഇടയാക്കിയിട്ടില്ല. എന്നിട്ട് ഈ ചാക്കമ്മ എന്നെ കയറി പിടിച്ച്. അയ്യോ എന്റെ അമ്മച്ചി, ഞാൻ പിടിച്ചതല്ല. പിന്നെ എന്റെ പിടുത്തം ഇങ്ങനെയല്ല, അല്ലത്തിന് എന്റെ കയ്യിൽ ഒതുങ്ങുപോയി. നീ മിണ്ടരുത്. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ തന്തയുടെ സ്വഭാവം അതേപോലെ കിട്ടിയിരിക്കുക. എന്റെ പൊന്നമ്മച്ചി, ഞാൻ ആ സൈഡേ വന്നപ്പോ അമ്മച്ചിയാണോ വെള്ളം എടുത്ത് എന്റെ മുഖത്തൊഴിച്ചത്? എരിവും വെള്ളം എന്റെ കണ്ണിൽ നീറിയിട്ടാ. ഞാൻ തപ്പി തപ്പി വന്നപ്പോ അറിയാതെ ഇവിടെ ദേഹത്ത് കൊണ്ടതാ. എടി പങ്കി, സാരമില്ല, ഒരു പ്രാവശ്യമല്ലേ മുട്ടിയുള്ളൂ. വൈകുന്നേരം നിനക്ക് ഞാൻ ഒരു 100 രൂപ കൂടുതൽ തന്നേക്കാം. എടാ വായി നോക്കി, നീ എന്നാ നോക്കി നിൽക്കുവാ? കുളിച്ച് റെഡിയായി പോവാൻ നോക്കടാ. അങ്ങനെ ഇപ്പൊ വരും. എന്റെ കുരിശുമൂട് മുത്തമ്മ, ഏതെങ്കിലും ഒരു പെണ്ണുവന്ന് ഇവന്റെ തലേ വീണാ മതി. നാട്ടുകാരുടെ പരാതിയെങ്കിലും തീർന്നേനെ. മാറി നിക്കണം അങ്ങോട്ട്. ആരടി ഈ കോലമോടനൊക്കെ എന്നെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഡയക്കുന്നത്? എന്റെ ചാക്കപ്പൊങ്ങുഞ്ഞെ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാന്ന് നേരത്തെ പറയണ്ടായിരുന്നോ? ഈ പട്ടാപ്പകലാണോ കേറി പിടിക്കുന്നത്? വലത്തേക്കാണോ? അവരിങ്ങെത്തി. ചേട്ടാ ഇവിടെ എന്ത്? എലിക്കുട്ടി, എലിക്കുട്ടിയേ വരുന്നേ. നമസ്കാരം. നമസ്കാരം. വരണം വരണം വരണം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇവിടെ ഇവിടെ ഇരിക്കൂ, ഇരുന്നാട്ടെ. ഇരിക്കാം. ഇരുന്നു. ഇതാ ചെറുക്കൻ. നമസ്കാരം. നല്ല മാമ്പഴം പോലത്തെ ചെറുക്കനാ. യാതൊരു ദുർസ്വഭാവവും ഇല്ല. പിന്നതേ തറവാടിത്തം, അത് പറയേണ്ട കാര്യം ഇല്ലല്ലോ. ഒരൊറ്റ കുഴപ്പം എന്റെ കുഞ്ഞിനുണ്ട്. എന്തുവാ? ചാപ്പി കയറിയ കള്ളു കുടിക്കത്തില്ല. അതോ ചീട്ട് കളി നടത്തിയെന്നാലോ? ചുമ്മാ നോക്കി നിൽക്കും, ചീട്ട് കളിക്കത്തില്ല. എന്റെ മോടെ ഭാഗ്യം. അയ്യാടാ,
അത് പിന്നെ മത്തായി അങ്ങനെയുള്ള പിള്ളാരെ കൊണ്ടല്ലേ വരത്തുള്ളൂ. അത് അല്ലേ? ശരിയാ. ഓ അതെനിക്കറിയാമേ. നമ്മൾ തമ്മിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലല്ലോ മത്തായി. കേക്കടാ, കേക്ക്. മനസ്സിലായി. എടോ മത്തായി, ചായ പലഹാരം ഒന്നുമില്ലേ? എനിക്ക് വിശക്കുന്നു. നീ രാവിലെ കഞ്ഞി കുടിച്ചു. ഞാൻ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പല്ലേ താൻ ഓടിക്കേറി വന്നത്? അയ്യോ. എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചില്? ഓ, മത്തായി കുഞ്ഞ് പറയായിരുന്നു ഈ വീടും പരിസരവും എല്ലാം അവൻ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. ഓ അത് ശരി. എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യം. മോൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും പങ്കിയും പിന്നെ അമ്മയും. പങ്കിയോ? പങ്കി വേലക്കാരിയാവും. ഓ അത് ശരി. ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി. ഒഴുകിപ്പോയോ? ആ അതെ അപ്പച്ച. എൻ്റെ കാരണവരെ ഇച്ചിരി കള്ളു കുടിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പുള്ളി നടന്നു വന്നപ്പോൾ കാല് തെറ്റി വെള്ളത്തിൽ പോയി. അങ്ങനെ അങ്ങ് ഒഴുകിപ്പോയി. ഓ ശരി. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയത്തില്ല. ആട്ടെ, മോൻ എത്ര വരെ പഠിച്ചു? ഞാൻ ബികോം. എങ്ങനെ പഠിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാൻ 10ാം ക്ലാസ് ഫെയിലാണ്. ഓ പിന്നെ ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. പിന്നെ ഇവനുണ്ടല്ലോ, ഞങ്ങളുടെ വാർഡിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഈ കൊച്ചനാ. ആന്നേ, വിദേശത്തുനിന്ന് മാതാമയും തായപ്പും ചുറ്റിക്കറങ്ങാൻ വരുമ്പം എന്റെ കൊച്ചനാ ഇംഗ്ലീഷ് പറയുന്നത്. ഓ അത് ശരി. മോൻ നിസ്സാരക്കാരനല്ലോ. വേറൊന്നും വിചാരിക്കല്ല, തൊണ്ട വരളുന്നു. എന്തെങ്കിലും കുടിക്കാൻ. അയ്യോ, ഞാനതങ്ങ് മറന്നു. സാരമില്ല. ഏലിക്കുട്ടിയേ, എടി ഏലിക്കുട്ടി, വരുന്ന ചായ. ആ ചായയും പലഹാരവും ഒക്കെ ഇങ്ങ് എടുത്തോ. ആ മോളെ കൂടെ ഇങ്ങ് വിളിച്ചു. വരുവാണേ. എടാ ചാക്കപ്പ, പറ. എല്ലാ സ്ഥലത്തും പെണ്ണ് കാണാൻ ചെല്ലുമ്പോ നീ കാണിക്കുന്ന കുന്തലിപ്പുണ്ടല്ലോ, അവിടെ കാണിച്ചതുപോലെ ഇവിടെ കാണിക്കരുത്. കിഴങ്ങപ്പ നല്ലൊരു പെങ്കൊച്ചാടാ. എടാ എനിക്കറിയാം, പാവമാ. അതിന് ഞാൻ ഡീസന്റായി. ഇന്നലെ ഡീസന്റായി. ആണോ? വിശ്വസിക്കാവോ? ഞാനും ഇങ്ങനെ ആയിരുന്നു. ചോദിക്കച്ചായ ദേ കണ്ടോ? കൊണ്ടുവാ മോളെ. ആ കുടിക്കി. ആ വെള്ളം എടുത്ത് കുടിച്ചാട്ടെ. എന്നാ മോന്റെ പേര്? ചാക്കോ. നാട്ടുകാര് സ്നേഹം കൊണ്ട് തന്നെ ചാക്കപ്പാന്ന് വിളിക്കും. മോനെ അതൊക്കെ എടുത്ത് കഴിച്ചാട്ടെ. ഞങ്ങൾ കുറെ നേരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ലഡു കഴിക്കട്ടെ. മത്തായി, ലഡു ജിലേബി ഒന്നുമില്ലേ? എടാ കിഴങ്ങ, ഇവിടെ ലഡുവിനും ജിലേബിക്കൊന്നും അല്ല പ്രാധാന്യം. പിന്നെ കെട്ടാൻ പോണ പെണ്ണിനാ പ്രാധാന്യം. മിണ്ടായിരുന്നു, അടിമേടിക്കും. എന്തൊക്കെ പറഞ്ഞാലും മോന് മോളെ ഇഷ്ടായ? അയ്യോ, എനിക്കിഷ്ടമായി. അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുവോ? എന്റെ മോളെ ആർക്കും ഇഷ്ടമാകും. ഞങ്ങൾ അങ്ങനെയാന്നേ വളർത്തിയത്. അതെ അതെ, എന്റെ മോളെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. ഒരു കൊതു കുത്തിയാൽ പോലും അവളതിനെ തല്ലിക്കൊല്ലില്ല. എന്താ കാര്യമെന്ന് അറിയാമോ? കൊതുക് ചത്തുപോകും. അത്രയ്ക്ക് സാധുവായിട്ട് മോള്. എന്റെ കൊച്ചുമോളെ തനി തങ്കവാ. അങ്ങനെയാ അവളെ ഞങ്ങൾ വളർത്തി. അതെ അതെ. മത്തായി, ഇതൊക്കെ പറഞ്ഞാലും അന്തസ് എന്ത് കിട്ടും? അമ്മ പറഞ്ഞായിരുന്നു ചോദിക്കണമെന്ന്. അന്തസ്സോ? അതെന്തോ മത്തായി അന്തസ്? അവൻ ഈ സ്ത്രീധനത്തിന്റെ കാര്യമാ പറഞ്ഞത്. ഓ അത് ശരി. മത്തായി, ഓ ഞങ്ങൾക്കുള്ള അന്തസ് എല്ലാം ഞങ്ങളുടെ മോൾക്കുള്ളതാണ്. എന്താ അത് പോരെ അന്തസ്? ഇത് മതി, ഇത് ധാരാളം അന്തസ്. അത് പോരെ ചാക്കപ്പ? ധാരാളം മതി അന്തസ്. എന്നാ പിന്നെ പെണ്ണും ചെറുക്കനും സംസാരിച്ചോട്ടെ. അവരൊരുമിച്ച് ജീവിക്കേണ്ടവരല്ലായ? അയ്യോടാ, അത് ശരിയാന്നേ.
ഞാനതങ്ങ് മറന്നുപോയി. മോളെ, മോനെ വിളിച്ചോണ്ട് അകത്തോട്ട് ചെല്ല് പോക്കോ. ചെല്ലുമോനെ അങ്ങോട്ട്. എടാ ചാക്കപ്പ, പൊന്നുമോനെ മേലോട്ട് പോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ട പറയണേടാ. കുഴപ്പമൊന്നുണ്ടാക്കല്ല. അതെ, പേരെന്താ? ജാൻസി. എത്ര വരെ പഠിച്ചു? ഞാൻ +2 വരെ പഠിച്ചായിരുന്നു. അയ്യോ മതി. പിന്നെ എനിക്ക് തുടർന്ന് പഠിക്കുന്ന സമയത്ത് ചിക്കൻ ബോക്സ് ആയിരുന്നു. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. അതെ, ജാൻസി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ജാൻസി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാനേ ആദ്യമായിട്ട് ഒരു പുരുഷന്റെ മുഖത്ത് തന്നെ നോക്കുന്നത്. ആണോ? എന്റെ ഭാഗ്യം. എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടായി. എന്നെ ആദ്യമായിട്ടാ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. മേ തുംസെ പ്യാരെ കർണേ തോ.